വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഹോസ്റ്റൽ റൂം മേക്ക് ഓവർ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. ഹോസ്റ്റൽ റൂം മൊത്തത്തിലല്ല, പക്ഷേ എൻ്റെ ടേബിളിൻ്റെ ഏരിയയും ബെഡിൻ്റെ ഏരിയയും ആണ് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബെഡിൻ്റെ മുകളിലായിട്ടുള്ള വാളിൽ മൊത്തം വാൾ പോസ്റ്റേഴ്സ് ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ആർട്ടിഫിഷ്യൽ ലീവ്സും സ്ട്രിങ് ലൈറ്റും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബെഡിൻ്റെ ഏരിയയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ബെഡ്ഷീറ്റ് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു 5 പീസ് ബെഡ്ഷീറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു ഡബിൾ സൈസ് ബെഡ്ഷീറ്റും 2 പില്ലോ കവേഴ്സും 2 ചെറിയ കുഷ്യനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയ ശേഷം പില്ലോസും കുഷ്യൻസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് ബെഡിൻ്റെ ഏരിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫൈനൽ റിസൾട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡെസ്കിൻ്റെ ഏരിയയാണ് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഓർഗനൈസർ ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബെഡിൻ്റെ ഏരിയയും ഡെസ്കിൻ്റെ ഏരിയയും മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത് 2 ദിവസങ്ങളിലായിട്ടാണ്. ഈ ഒരു ഓർഗനൈസറിൻ്റെയും നേരത്തെ കാണിച്ച ബെഡ്ഷീറ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു യൂസ്ഫുൾ ഓർഗനൈസറാണ് ഇത്. 4 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഓർഗനൈസറൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് എടുത്തു വെച്ച് ടേബിൾ ഒന്ന് ഫ്രീ ആക്കുന്നുണ്ട്. ഈ ഒരു ഡെസ്ക് ഓർഗനൈസറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പിലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ താഴെയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഓർഗനൈസറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ടേബിൾ ഏരിയയിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും വാൾ പോസ്റ്റേഴ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു വാൾ പോസ്റ്റേഴ്സിൻ്റെയും നേരത്തെ കാണിച്ച ആർട്ടിഫിഷ്യൽ ലീവ്സിൻ്റെയൊക്കെ ലിങ്ക് മുന്നേ തന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. ഇതേപോലെയാണ് ഞാൻ മൊത്തത്തിൽ വാൾ പോസ്റ്റേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ടേബിളിൽ ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പിൻട്രസ്റ്റ് മിററിൻ്റെ വീഡിയോവും ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് മുകളിലായിട്ട് ഒരു ഹുക്കും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമുള്ള ബുക്സൊക്കെ ടേബിളിൽ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ആ വിൻഡോയുടെ ഭാഗം കുറച്ച് ബ്ലാങ്ക് ആയിട്ട് തോന്നിയുകൊണ്ട് കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുത്ത് ഹാങ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം സ്ട്രിങ് ലൈറ്റിൽ തന്നെ ഹാങ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതുപോലൊരു വുളൻ ത്രെഡിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ചുറ്റും സ്ട്രിങ് ലൈറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഏരിയയിൽ ചെയ്തെടുത്തിട്ടുണ്ടായത്. അവസാനമായിട്ട് ഡെസ്കിലേക്ക് ഒരു ഫ്രെയിമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രെയിമിലേക്ക് നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്തെടുത്ത വിഷൻ ബോർഡ് പ്രിൻ്റ് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഡെസ്കിൻ്റെ ഏരിയയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഈ ഒരു ഹോസ്റ്റൽ റൂം മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.